അതുപോലെ ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ VS സനോജ് നമുക്കൊപ്പമുണ്ട്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? അതെ തുടങ്ങാം. കാരണം ഒന്ന്, ഈ നമ്മൾ പറയുന്ന കശ്മീരിലെ ഭീകരാക്രമണം എന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് അതിൻ്റെ കൂടുതൽ റെപ്പർക്കഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വലിയ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് വാർ എന്നുള്ള തരത്തിലേക്ക് ഈ പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ അതിലെ പ്രതികരണങ്ങൾ വന്നു. ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. നയതന്ത്ര മീറ്റിങ്ങുകൾ നടക്കുന്നു. സ്ഥാനപതികളെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. G20 രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ച് ധരിപ്പിക്കുന്നു. ഒപ്പം തന്നെ പരസ്പര പ്രകോപനം എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ പരസ്പരം നയതന്ത്രപരമായി വലിയ തീരുമാനങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചേക്കാനിടയുള്ള തീരുമാനങ്ങളും മാറ്റങ്ങളും ഒക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഭവിക്കുന്നു. നദീജല കരാറുകൾ റദ്ദാക്കുന്നു. ഷിംല കരാർ പോലെ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ അഗ്രിമെൻറ്റിനെയൊക്കെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ രാജ്യത്തെ മൊത്തം ഒരു വലിയ അനിശ്ചിതാവസ്ഥ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെയും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ എല്ലാം തന്നെ ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങളുടെ, ഇന്ത്യയിലെ മൊത്തം ചാനലുകളുടെയും പത്രങ്ങളുടെയും എല്ലാം പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാന പത്രങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പേജുകളെല്ലാം അപഹരിച്ചിരിക്കുന്നതും ഈ വാർത്ത തന്നെ. കലുഷിതമെന്ന് മാതൃഭൂമി, നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് മാതൃഭൂമി പറയുന്നു കലുഷിതമാണ് കാര്യങ്ങൾ. കാരണം നയതന്ത്ര യുദ്ധം മുറുകുന്നു എന്ന് സർവസജ്ജമായിട്ടാണ് ഇന്ത്യ അതിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ള മാതൃഭൂമിയുടെ പ്രധാന വാർത്തയും അതിൻ്റെ തലക്കെട്ടും കാണാം. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഈ സർക്കാർ നടപടിക്കുണ്ട്. കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃസമിതി അടിയന്തരമായിട്ട് യോഗം ചേർന്നു. അവർ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ ഉള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതിലുള്ള ചില വിമർശനങ്ങൾ കൂടെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കരാർ റദ്ദാക്കൽ ഉൾപ്പെടെ നദീജല കരാറും ഷിംല കരാറും അടക്കമുള്ള റദ്ദാക്കിയത് അടക്കം, അതുപോലെ INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷിച്ചത്, എല്ലാ പാക് പൗരരും ഇന്ത്യ വിടണമെന്നുള്ള അന്ത്യശാസനം, ഒപ്പം തന്നെ കരസേനാ മേധാവി ശ്രീനഗറിലേക്ക് പോകുന്ന കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഇതേ വാർത്തയുടെ ഇതിൻ്റെ തുടർച്ചയുള്ള വാർത്തകൾ ഉൾപേജുകളിലും കാണാം. ഈ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റ് പേജിലുള്ള ലേഖനം അടക്കം എല്ലാ കാര്യങ്ങളിലും അവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മാതൃഭൂമിയുടെ ഉൾപേജിൽ അതിൽ ഒരുപക്ഷെ വായനക്കാരനത് വളരെ ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വ്യോമപാത അടയ്ക്കൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, ഇവിടുത്തെ വ്യോമയാന സർവീസുകളെ എങ്ങനെ ബാധിക്കുമെന്നത് സംബന്ധിച്ച് 8-ാം പേജിൽ മാതൃഭൂമി വ്യോമപാത അടയ്ക്കൽ നിരക്ക് കൂടും എന്നുള്ള ഡൽഹി USA വ്യോമപാതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്കെച്ച് സഹിതം ആ വാർത്ത പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ഈ കാര്യങ്ങൾ, ഈ തീരുമാനങ്ങൾ, ഈ പ്രകോപനങ്ങൾ കൊണ്ടുവരും എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ശക്തി പ്രകടനം എന്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്, മിസൈൽ പരീക്ഷണം നടക്കുന്നു, എങ്ങനെയാണ് അംബാസഡർമാരെ തിരിച്ചു വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് മിസൈലുകളെ തിരിച്ച് പ്രത്യാക്രമിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സജ്ജമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യങ്ങൾ നടത്തുന്ന ചില പ്രകടനങ്ങളാണ്. അത് പാകിസ്ഥാനും അതിന് തയ്യാറെടുക്കുന്നു, ഇന്ത്യയും തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ എന്തായാലും വളരെ വിശദമായി തന്നെ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് പേജിൽ അവരുടെ മുൻ എഡിറ്ററുടെ ലേഖനം ഉൾപ്പെടെ, അഫ്ഗാനിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന കേശവ മേനോൻ്റെ ലേഖനം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. മലയാള മനോരമയിലേക്ക് വന്നാലും ഇത് തന്നെയാണ് ഈ കണ്ണീരിന് മറുപടി ഉറപ്പ് എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ ബീഹാറിലെ യോഗത്തിലെ പ്രസ്താവന അതുപോലെ വിസ വിലക്കുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ച് ഇന്ത്യ എന്ന് 1-ാം പേജിൽ അവരുടെ പ്രധാന തലക്കെട്ട് അങ്ങനെയാണ്. അതിലേറ്റവും നമ്മൾ ഇന്നലെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിച്ച 2 കാര്യങ്ങൾ, 2 പ്രതികരണങ്ങളാണ്. ഒന്ന്, കശ്മീരിൽ കൊല്ലപ്പെട്ട അതിലിൻ്റെ കുടുംബത്തിൻ്റെ പിതാവിൻ്റെ വേദനയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത്. മറ്റൊന്ന്, കൊച്ചിയിലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം കൊല്ലപ്പെട്ട വളരെ വേദനാജനകമായ സാഹചര്യം. അദ്ദേഹത്തിൻ്റെ മകൾ ആരതി
ഈ കാര്യം ഓർക്കുന്നത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. അത് ഇന്നലെ മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ പ്രതികരണങ്ങൾ വന്നിരുന്നു. അച്ഛനെ വെടിവെച്ചിട്ട തോക്കിൻ മുനയിൽ നിന്ന് മക്കളുടെ കൈ പിടിച്ച് ഓടിയെന്ന് ആരതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെപ്പോലെ ഒപ്പം നിന്നത് കശ്മീർ സ്വദേശികളായ സമീർ മുസാഫിർ. അവർ വലിയ സ്നേഹത്തോടെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ആ യുവാക്കൾ, അവിടുത്തെ കുതിരസവാരിക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ ഗൈഡുകളായിട്ട് പോരുന്നവർ, അവിടെയുള്ള മനുഷ്യരെല്ലാം എത്ര കണ്ട് ഇത്തരം ഭീകരാക്രമണങ്ങളെ, ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ വെറുക്കുന്നു. അവിടുത്തെ സാധാരണക്കാർ, അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ അവരുടെ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു എത്ര കണ്ട്. അല്ലെങ്കിൽ അവിടെ ടൂറിസം വരുമാനമൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു വലിയ കാര്യം കൂടിയാണ്. മറ്റൊന്ന്, അവരുടെ ഒരു മനുഷ്യസ്നേഹപരമായ ഇടപെടലിനെ കുറിച്ച് ആരതിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിരിക്കുന്നു. അത് വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒരുപാട് വിദ്വേഷങ്ങളും ഒരുപാട് ഭിന്നതകളൊക്കെ പ്രചരിപ്പിക്കപ്പെടും ഇത്തരം സന്ദർഭങ്ങളുണ്ടാവും. പക്ഷേ ഇത് കണ്ട അല്ലെങ്കിൽ അനുഭവിച്ചൊരു വ്യക്തി പറയുന്ന അനുഭവം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ രീതിയിലേക്ക് ആ വാർത്തകൾ ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഉൾപേജുകളിലും ഏതാണ്ട് ഈ കാര്യം തന്നെയാണ് മനോരമ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ന്യൂസ് മലയാളം ഉൾപ്പെടെ ഇന്നലെ ഈ സിന്ധു നദീജല കരാറിൻ്റെ എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്, എന്താണ് ആ കരാർ എന്ന് നമ്മൾ ഇന്നലെ രാവിലെ മുതൽ വളരെ വിശദമായ എക്സ്പ്ലെയിനർ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പത്രങ്ങളെല്ലാം നീരൊഴുക്ക് തടയാൻ എന്തൊക്കെയാണ് ആ കരാർ, അത് മരവിപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നത് സംബന്ധിച്ച് ഉൾപേജിൽ മനോരമയും മധുഭൂമിയും കൊടുത്തിട്ടുണ്ട്. 7-ാം പേജിൽ നീരൊഴുക്ക് തടയാൻ വൻ പദ്ധതികൾ വേണ്ടിവരും. ഈ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുമെങ്കിലും ഇതിന് ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിലെ പ്രധാന വാർത്തകളെല്ലാം തന്നെ ഇതാണ്. ഹിന്ദു ഈ ടൂറിസം അവിടുത്തെ പോലീസ് പെർമിഷനുമായി ബന്ധപ്പെട്ട് ചില വളരെ സുപ്രധാനമായ, അതായത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റേ സർവകക്ഷി യോഗം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഇന്ന് ഹിന്ദു നൽകിയിരിക്കുന്നു. അതിൽ എനിക്കൊരു ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഹിന്ദുവിൻ്റെ 1-ാം പേജിലൊരു വാർത്ത, നമ്മൾ ഈ പറയുന്ന അക്കോർഡിംഗ് ടു ഇവരുടെ ഒപ്പോസിഷൻ സോഴ്സസ് പറയുന്നത് പ്രകാരം അവർ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഈ ദിവസങ്ങളിൽ അവിടുത്തെ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ചും ഇത്രയും ഗൗരവം അതിന് കണ്ടിരുന്നില്ല. ഈ ദിവസങ്ങളിൽ 2 ദിവസത്തിനുള്ളിൽ 1000-ഓളം ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ സെക്യൂരിറ്റി പ്രസൻസ് ഉണ്ടായിരുന്നില്ല ഈ ബൈസരൻ വാലി ആ മേഖലയിൽ എന്ന് അതിനകത്ത് 1-ാം പേജിൽ തന്നെ ഹിന്ദു കൊടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ടേക്കൺ ടു മിഡോ വിത്തൗട്ട് പോലീസ് പെർമിഷൻ എന്നുള്ള ആ വാർത്തയിൽ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെയാണ് ഹിന്ദു അടക്കം കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതുപോലെ കോൺഗ്രസ് ഈ വാർത്തയെ, ഈ സംഭവങ്ങളോട് കോൺഗ്രസിന് ഇന്നലത്തെ യോഗത്തിൽ എങ്ങനെ പ്രതികരിച്ചു, അതുപോലെ വിസ റിവോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ G20 നാഷൻസിൻ്റെ ബ്രീഫിംഗ്, അതായത് ഫോറിൻ സെക്രട്ടറി അടക്കം പങ്കെടുത്തതിനെക്കുറിച്ച് 13-ാം പേജിൽ ഹിന്ദു വളരെ വിശദമായി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലെയിംസ് പാകിസ്ഥാൻ ഫോർ പഹൽഗാം അറ്റാക്ക് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ സെക്യൂരിറ്റി ഫെയിലിയർ അനലൈസ് ചെയ്തുകൊണ്ട് അവർ മീറ്റിങ്ങിൽ സംസാരിച്ചു എന്ന് പറയുന്നു. ഈ രീതിയിൽ വളരെ വളരെ കൃത്യമായ ഒരു വാർത്താ രീതി ഹിന്ദു പൊതുവെ ഫോളോ ചെയ്യുന്നതാണ്. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആക്യുറസി ഉള്ള ഒരു പത്രം എന്ന നിലയിൽ ആ രീതിയിൽ വളരെ നന്നായി തന്നെ കൊടുത്തിരിക്കുന്നു. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ നേരത്തെ പറഞ്ഞ ഈ മുസാഫിർ സമീർ അവരെൻ്റെ കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ആരതിയുടെ പ്രതികരണം വലിയ പ്രാധാന്യത്തോടുകൂടെ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ മറ്റു വാർത്തകൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കുൾപ്പെടെ പറയാവുന്ന, അല്ലെങ്കിൽ റഷ്യയിലെ ചാവേർ കൂലിപ്പട്ടാളത്തിലേക്ക് പോയ മലയാളിയെ സംബന്ധിച്ച് തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ആ വാർത്തയും റഷ്യൻ മരണക്കുരുക്ക് കടന്ന് ജയിനെത്തി എന്നുള്ള വാർത്ത, നമ്മളും അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അവരുടെ വീട്ടുകാരുടെ പ്രതികരണവും അതിൽ ഉണ്ടായ ഇടപെടലും, ഈ വിഷയത്തിൽ ന്യൂസ് മലയാളം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വരികയും അവരുടെ പ്രതികരണങ്ങൾ ഇന്നലെ കൊടുത്തിരുന്നു. അവർ തിരിച്ചെത്തിയതിനെക്കുറിച്ചും അവരുടെ അച്ഛനമ്മമാർ കെട്ടിപ്പിടിച്ച് കരയുന്നതിനെക്കുറിച്ചുള്ള വാർത്തയും കൂടെ ഈ വാർത്തകൾക്കിടെ പ്രാധാന്യത്തോടുകൂടെ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം, ഈ ഭീകരാക്രമണം ഒഴികെ ഉള്ള വാർത്തകൾ നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അതായിരുന്നു. ഒപ്പം ദേശാഭിമാനിയിൽ ഒരു പ്രാധാന്യമുള്ള ഒരു വാർത്ത എന്ന് പറയാവുന്നത് നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് അവർ ഒരു വളരെ, അതായത് 40 ലക്ഷത്തോളം യാത്രക്കാർ ഇതിനിടയിൽ
അവിടെ ഈ കൊച്ചി മെട്രോയെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് 3-ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. ഈ വാർത്ത ഇന്ന് മാതൃഭൂമി അടക്കം നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൽ നമ്മൾ പറയുന്ന പോലെ ഈ വാർത്ത തന്നെയാണ്, അതായത് ഭീകരാക്രമണ വാർത്ത തന്നെയാണ് ഉള്ളത്. അതിൽ വളരെ വിശദമായ രീതിയിൽ മാധ്യമവും ഈ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നയതന്ത്ര മിന്നലാക്രമണം എന്ന് എഡിറ്റോറിയൽ പേജിൻ്റെ സ്പ്ലിറ്റ് വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ വാർത്ത, ഇത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഈ മരിച്ചവരുടെ ഫോട്ടോ സഹിതമുള്ള, കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോ സഹിതം വളരെ വിശദമായിട്ട് തന്നെ മാധ്യമം ഈ നയതന്ത്ര മിന്നലാക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഈ കരാർ മാറ്റം ഇതിന് സംബന്ധിച്ച് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മാധ്യമവും കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. സ്പോർട്സിൽ ഇന്നലെ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസും നമ്മുടെ കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം ഇന്നലെ വളരെ രസകരമായ മത്സരമായിരുന്നു. അവസാന നിമിഷം വരെയും എന്താണ് സംഭവിക്കുക എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അത് ഉദ്യോഗപരിതമായിരുന്നൊരു ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു കളിയായിരുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായ വാർത്തകളും ഇന്ന് സ്പോർട്സ് പേജിൽ എല്ലാ പത്രങ്ങളും കയറി ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ആ സ്പോർട്സ് IPL കളിയെക്കുറിച്ച് ഹിന്ദു വളരെ രസകരമായ പടങ്ങൾ സഹിതം വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അവസാനത്തെ 2-3 ഓവറുകൾ വളരെ നിർണായകമായിരുന്നു. അതിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ജയസാധ്യതയെ അവസാനത്തെ ആ 3 ഓവറുകളാണ് ഇല്ലാതാക്കിയത്. അത് ബൗളർമാർ ആണ് പിന്നീട് അവസാനം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അവർക്കത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഈ വാർത്തകളെല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെയും ഈ ദിവസങ്ങളിലെ എല്ലാം പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം എന്തായാലും ഈ ദിവസങ്ങളിൽ ഈ വാർത്തയിൽ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമയം തീരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. സേതു. ഓക്കെ VS അനോജ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടാം. ഓക്കെ.